കോഴിക്കോട് റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ വണ്ടി ഇടിച്ച് മരണപ്പെട്ട ആൽവിൻ എന്ന് പറയുന്ന പയ്യനെക്കുറിച്ച് ഒരുപാട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അതായത് റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ വണ്ടി ഇടിച്ച് മരിച്ചതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ വേണം, പൊതു റോട്ടിൽ വെച്ചിട്ടാണോ റീൽസ് ചിത്രീകരിക്കുന്നത്, കൂട്ടുകാർ കൂടിയുള്ള പരിപാടിയല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര മോശമായ രീതിയിൽ ഒരുപാട് കമൻസുകൾ എല്ലാ ന്യൂസ് ചാനലിൻ്റെയും അടിയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്നേരമൊന്നും ഇതിന് കൃത്യമായ ഒരു മുഖച്ഛായ എന്താണ് സംഭവം, എന്താണ് സംഭവിച്ചതെന്നൊന്നും. പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് അത് ആ പയ്യൻ്റെ ജോലിയാണ്. വീഡിയോ ചിത്രീകരിക്കുക എന്നുള്ളത് ആ പയ്യൻ്റെ ജോലിയാണ്. കോഴിക്കോടുള്ള ഏതോ ഒരു പ്രമുഖ കമ്പനിക്ക് വേണ്ടി റീൽസ് ചിത്രീകരിച്ച് കൊടുക്കുന്നതിനിടയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ ആ പ്രമുഖ കമ്പനി ഏതാണോ, അതിൻ്റെ പേരെന്താണോ, സത്യസന്ധമായിട്ട് അവിടെ എന്താണ് നടന്നതെന്നോ പോലീസുകാർ പറയാൻ തയ്യാറല്ല. പക്ഷേ പോലീസുകാർ ആ കമ്പനിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അവിടുത്തെ കുറേ മീഡിയാസ് ഉണ്ടല്ലോ, ആ മീഡിയാസിന് ഉറപ്പായിട്ടും ഇതിൻ്റെ പേര് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ മീഡിയാസും ആ പേര് പറയുന്നില്ല. അപ്പോൾ അവർക്ക് ഇതിലുള്ള ഇൻവോൾവ്മെൻ്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. എല്ലാവരും പ്രമുഖ കമ്പനി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അവിടെ ഒരു ഡിഫൻഡറും ഒരു ബെൻസും പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഡിഫൻഡർ ഇടിച്ചാണ് മരിച്ചതെന്ന് FIR പറയുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻറ്റ് കണ്ടു, 20 വർഷമായിട്ട് മാതാപിതാക്കൾക്ക് ഉണ്ടായ കുട്ടിയാണ്. കഴിഞ്ഞ വർഷം അമ്മയുടെ വൃക്ക ഈ പയ്യനിലേക്ക് മാറ്റി വെച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള കുറേ കമൻസുകളും കാണാനിടയായി. അപ്പം അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ബീച്ച് റോഡാണെന്ന് തോന്നുന്നു, അവിടെ സദാസമയം പ്രത്യേകിച്ച് വെളുപ്പ് ടൈമിലൊക്കെ ഇത് കൂട്ട് ചേസിങ്ങുകളും വീഡിയോ പിടുത്തവും ഒക്കെ എപ്പോഴും നടക്കാറുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ, പൊതു റോഡാണല്ലോ, പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാൻ പോലീസുകാർ തയ്യാറാവുന്നില്ല. കമ്പനിയുടെ പേര് പറയാൻ പോലീസുകാർ തയ്യാറാവുന്നില്ല. ആ പോലീസുകാർ ഒന്നിനും തയ്യാറാവുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറകിലുള്ള ആളുകൾ അത്രത്തോളം വലിയ ആളുകളാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് വായും പൂട്ടി മിണ്ടാതിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. അല്ലാത്ത കാര്യമാണെങ്കിൽ ടപ്പേ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നവരാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇപ്പോൾ കണ്ടുപിടിക്കാൻ താല്പര്യമില്ല. അവർക്ക് താല്പര്യമില്ലാത്തതാണോ ഇനിയിപ്പം എന്താണെന്ന് അറിയില്ല. എന്തായാലും കമ്പനിയുടെ പേര് പുറത്ത് പറയാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴത്തേനും അത് വരുമെന്ന് വിശ്വസിക്കുന്നു. എന്താണെങ്കിലും ആൾക്കാർ പറഞ്ഞതുപോലെ ആ പയ്യൻ്റെ കൂട്ടുകാരുടെ കൂടെ വന്ന് അവൻ റീലെടുത്ത് കോപ്രായം കാണിക്കൊന്നുമല്ല. അതവൻ്റെ തൊഴിലാണ്. അവൻ ആ തൊഴിൽ ചെയ്യാനായിട്ട് എത്തിയതാണ്. അതിനിടയിലാണ് വണ്ടി ഇടിച്ച് അപകടം ഉണ്ടായത്. അപ്പോൾ ആദ്യം ഇത് അന്വേഷണം തുടങ്ങേണ്ടത് ആ വണ്ടി ഓടിച്ചവനിൽ നിന്നല്ല, ആ വണ്ടി റീൽസ് ചിത്രീകരിക്കാനുണ്ടായൊരു സാഹചര്യം ഉണ്ടാവില്ല, ആ കമ്പനി ഏതാണ്, എന്തിനു വേണ്ടിയാണ് റീൽസ് ചിത്രീകരിച്ചത്, എന്ത് പ്രമോഷന് വേണ്ടിയിട്ടാണ്, അതിനുള്ള പെർമിഷൻസ് ഉണ്ടായിരുന്നോ, ഇനി പെർമിഷൻ ഇല്ലെങ്കിൽ അത് പോലീസ് സ്റ്റേഷനെ തൊട്ടടുത്ത് എങ്ങാണ്ട് വെച്ച് നടക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് എന്ന് പറയുന്ന സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് വെച്ച് നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആരുടെയും കണ്ണിൽ പെടാതെ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയല്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു തിരക്ക് വരുന്നതിന് മുൻപ് രാവിലെ 7:30-ക്കൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ 7:30-ക്ക് ഷൂട്ട് ചെയ്യാൻ വന്നതിൽ ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ പെർമിഷൻ ആ ടൈമിൽ ഉണ്ടാകുമായിരിക്കാം. അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ തിരക്ക് കൂടുന്ന സമയത്തിനുള്ളിൽ ഷൂട്ട് ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു രീതിയിലായിരിക്കും അന്ന് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഇനിയെങ്കിലും കമൻ്റ് ഇടുന്ന ആളുകൾ എന്താണ് പറയുക, ആ പയ്യനെതിരെ, മരിച്ചുപോയ പയ്യനെതിരെ കമൻ്റ് ഇടാതിരിക്കുക. അവനവൻ്റെ തൊഴിലാണ് ചെയ്തത്. നിങ്ങൾ കമൻ്റ് ഇടുക, കമൻ്റ് ഇട്ടിട്ട് ആ പ്രമുഖ കമ്പനി ഏതാണെന്ന് പുറത്ത് കൊണ്ടുവരാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ കമൻ്റ് ഇടുകയും അതിനു വേണ്ടി നിങ്ങൾ നിലവിളി കൂട്ടുകയും ചെയ്യുക. അല്ലാതെ ആ പയ്യനെ ഇനി കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ പയ്യൻ്റെ വീട്ടുകാർക്കൊരു വിഷമമാക്കുന്ന രീതിയിലേക്ക് ഇനി കാര്യങ്ങൾ പോകരുത്. എല്ലാവരുടെയും റീൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എന്താണ്, ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. റീൽസ് എടുക്കുന്നവരോടൊക്കെ ദേഷ്യമാണ് ആൾക്കാർക്ക്. അത് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ കുറേ പയ്യന്മാർ തന്നെയാണ് ഈ അവസ്ഥയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് കാരണം ബൈക്കിലും കാറിലുമായിട്ട് ഓരോ കോപ്രായം കാണിക്കുകയും അത് റീൽസ് എടുക്കുകയും അത് സ്വന്തം പോയി ചാവുകയാണെങ്കിൽ പോട്ടേന്ന് നോക്കുക. ഇത് മറ്റുള്ളവരെയും കൂടി കൊല്ലാനായിട്ടുള്ള രീതിയിലാണ് ഇവന്മാരുടെ വരവ്. സ്വന്തം ചത്ത പിന്നെ സ്വന്തം കുത്തിക്കഴിച്ച് ചത്തയാണല്ലോ എന്ന് വിചാരിച്ചോളും. പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ മേളിലേക്ക് ചെന്ന് കീറുമ്പോൾ ഉണ്ടാകുന്ന കുറേ വിഷയം
അത് നന്നായിട്ട് അവരുടെ ജോലി എടുത്ത് ജീവിക്കുന്നവരെയും കൂടി ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണെങ്കിലും ആ പയ്യനെ കുറ്റം പറയുന്നത് നിർത്തുക. പയ്യൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ട്, അവർ നേരത്തെ കമൻറ്റിൽ പറഞ്ഞതുപോലെ ജീവിച്ചു വരുന്നൊരു പയ്യനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ്. 20 കൊല്ലം ഉണ്ടായിട്ട് പിള്ളേരുണ്ടാവാതിരുന്ന് പിന്നെ ഉണ്ടായതും, പിന്നെ വൃക്ക കഴിഞ്ഞ വർഷം മാറ്റിവെച്ചതും, അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയിലൂടെയാണെങ്കിൽ ദയനീയമായ അവസ്ഥയാണ്. അവരുടെ വീട്ടിലെ സാഹചര്യം നമുക്കറിയില്ല. അപ്പം ആ പയ്യനെ കുറ്റം പറയുന്നത് നിർത്തുക ആൾക്കാർ. എന്നിട്ട് ആ കമ്പനി ഇനി വേണ്ട കാര്യങ്ങൾ ആ പയ്യന് ചെയ്തു കൊടുക്കുക. ആ കമ്പനീൻ്റെ പേരിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കുക എന്നല്ലാതെ മറ്റു തരത്തിലേക്ക് ഇനി പോകണ്ട. മോശമാണ്.